എയിമസ്പോർട്ട് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വെസ്റ്റേൺ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. നമസ്കാരം, ഏവർക്കും എയിമസ്പോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ദിവ്യശ്രീ ഷിജിത്ത്, കോഴിക്കോട് നിന്ന്. പ്രധാന വാർത്തകൾ. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷന്റെ വിവിധ സംസ്ഥാന ഘടകങ്ങൾ അന്താരാഷ്ട്ര വനിതാ ദിനം സമുചിതമായി ആഘോഷിച്ചു. എയിമ തമിഴ്നാട് ഘടകത്തിന്റെ വനിതാ ദിനം പ്രശസ്ത ചലച്ചിത്ര താരം വാണി വിശ്വനാഥ് ഉദ്ഘാടനം ചെയ്തു. സാമൂഹിക പ്രവർത്തക ശാന്ത പിള്ളയ്ക്ക് സ്ത്രീശക്തി പുരസ്കാരം നൽകി ആദരിച്ചു. അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ ഭാഗമായി എയിമ കേരള ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് ബീച്ചിലെ ഫ്രീഡം സ്ക്വയറിൽ വെച്ച് സമത്വ ദീപ്തി എന്ന പേരിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. എയിമ വനിതാ വിഭാഗം നാഷണൽ ചെയർപേഴ്സന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം പത്മശ്രീ മീനാക്ഷി അമ്മ ഗുരുക്കൾ ഉദ്ഘാടനം ചെയ്തു. എയിമ ഒഡീഷ ഘടകം വനിതാ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ വനിതാദിനം സമുചിതമായി ആഘോഷിച്ചു. വിവിധ പരിപാടികളോടെ ഭുവനേശ്വറിലും റൂർക്കേലയിലുമായാണ് ആഘോഷങ്ങൾ നടന്നത്. എയിമ തെലങ്കാന ഘടകം വനിതാ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ആവശ്യക്കാർക്ക് ഭക്ഷണം പരിപാടിയോടെയായിരുന്നു വനിതാദിനം ആഘോഷിച്ചത്. ഹൈദരാബാദ്, ചന്ദാനഗറിലെ മലബാർ ഗ്രാൻഡ്മ ഹോംസിലെ അന്തേവാസികൾക്ക് ഭക്ഷണം വിളമ്പിയായിരുന്നു വനിതാദിനം ആഘോഷിച്ചത്. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ നോർത്തേൺ റീജിയൻ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ കേരള ചീഫ് സെക്രട്ടറിയും കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവുമായ ശ്രീ കെ ജയകുമാർ IAS സ്വീകരണം നൽകി. എയിമ വുമൺ ഓഫ് ദി ഇയർ അവാർഡ് 2025 ഡോക്ടർ എ ജയന്തിക്ക് സമ്മാനിച്ചു. ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള ഗവേഷണത്തിന് അവർ നൽകിയ സംഭാവനകളെ ആദരിച്ചുകൊണ്ടാണ് എയിമ ഉത്തർപ്രദേശ് ഘടകം ഈ പുരസ്കാരം നൽകിയത്. വാർത്തകൾ വിശദമായി. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷന്റെ വിവിധ സംസ്ഥാന ഘടകങ്ങൾ അന്താരാഷ്ട്ര വനിതാ ദിനം സമുചിതമായി ആഘോഷിച്ചു. എയിമ തമിഴ്നാട് ഘടകത്തിന്റെ വനിതാ ദിനം പ്രശസ്ത ചലച്ചിത്ര താരം വാണി വിശ്വനാഥ് ഉദ്ഘാടനം ചെയ്തു. സാമൂഹിക പ്രവർത്തക ശാന്താപിള്ളയ്ക്ക് സ്ത്രീശക്തി പുരസ്കാരം നൽകി ആദരിച്ചു. എയിമ ദേശീയ പ്രസിഡന്റ് ഗോകുലം ഗോപാലൻ, ദേശീയ സെക്രട്ടറി KR മനോജ്, തമിഴ്നാട് ഘടകം ചെയർമാൻ M ശിവദാസൻ പിള്ള, സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് MK ഗോവിന്ദൻ എന്നിവർ ആശംസകൾ അറിയിച്ചു. വനിതാ വിഭാഗം കൺവീനർ AU ശ്രീശൈലി യോഗത്തിന് അധ്യക്ഷത വഹിച്ചു. പ്രമുഖ സാമൂഹിക പ്രവർത്തക ശാന്താപിള്ളയ്ക്ക് സ്ത്രീശക്തി പുരസ്കാരം നൽകി ആദരിച്ചു. സുജാത ഉദയകുമാർ, ബേബി ഷക്കീല, ദീപ്തി നായർ, ശ്രുതി ശോഭി, ശോഭ മേനോൻ, ബിന്ദു വേണുഗോപാൽ, സുശീല ഗോപാലകൃഷ്ണൻ, ജീന സഗറിയ, ശൈലദാസ്, ഗ്രേസ് നെൽസൺ, ജ്വാനിറ്റ ലൂസി സച്ചിൻ, S അശ്വിനി എന്നിവർക്ക് സ്ത്രീദീപം പുരസ്കാരം നൽകി ആദരിച്ചു. എയിമ വനിതാ അംഗങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറി. വനിതാ വിഭാഗം സെക്രട്ടറി ലതാ കൃഷ്ണകുമാർ, പ്രോഗ്രാം കൺവീനർ സുനിത പ്രമോദ്, സെക്രട്ടറി രാജൻ സാമുവേൽ, ട്രഷറർ ടി മാധവൻ, പ്രോജക്ട് ചെയർമാൻ സജി വർഗീസ്, ഷീജ മനോജ്, ഷീജ വിക്രമൻ, സജിത പ്രേമചന്ദ്രൻ, ഷിബു ജോസഫ്, ജെറാൾഡ് ജോർജ്, ടിജോ കുര്യാക്കോസ്, ഉണ്ണി പുറമേരി, ശശിധരൻ കാരായി, പ്രമോദ് പരമേശ്വരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി.
മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷത്തിന്റെ ഭാഗമായി എയിമ കേരള വനിതാ വിഭാഗം സമത്വ ദീപ്തി എന്ന പേരിൽ കോഴിക്കോട് ബീച്ചിലെ ഫ്രീഡം സ്ക്വയറിൽ വെച്ച് വിവിധ പരിപാടികളോടെ വനിതാ ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് എയിമ വനിതാ വിഭാഗം നാഷണൽ ചെയർപേഴ്സൺ അനിത പാലാരിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം പത്മശ്രീ മീനാക്ഷി അമ്മ ഗുരുക്കൾ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിനുവേണ്ടി ജീവൻ ബലികഴിച്ച വീരജവാന്മാരുടെ അമ്മമാരെ വന്ദിക്കുന്ന മാതൃവന്ദനം ഭാരതത്തിന്റെ അഭിമാനം ക്യാപ്റ്റൻ വിക്രമിന്റെ വന്ധ്യമാതാവ് കല്യാണി പണിക്കർക്ക് നൽകി മീനാക്ഷി അമ്മ നിർവഹിച്ചു. ശോഭന മനോജ്, സിമി വിനോദ് എന്നിവർ അമ്മയ്ക്ക് കവിത സമർപ്പണം നടത്തി. എയിമ കേരള പ്രസിഡന്റ് ശ്രീ AK പ്രശാന്ത് ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു. സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ വർദ്ധിച്ചുവരുന്ന അതിക്രമങ്ങൾക്കും ലഹരി ഉപയോഗത്തിനുമെതിരെ പ്രൊവിഡൻസ് വിമൻസ് കോളേജ് NSS വിഭാഗം അവതരിപ്പിച്ച ഫ്ലാഷ് മോബ് ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റി. ഈ സന്ദേശം ഉയർത്തിക്കൊണ്ട് എയിമ കേരളക്കൊപ്പം സുജയ പാർവതിയുടെ നേതൃത്വത്തിൽ NCC ബറ്റാലിയൻ ടീം, പ്രൊവിഡൻസ് കോളേജ്, മലബാർ ക്രിസ്ത്യൻ കോളേജ്, ദേവഗിരി കോളേജ് എന്നീ സ്ഥാപനങ്ങളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും റോട്ടറി ക്ലബ്ബ് കാലിക്കറ്റ് സൗത്ത്, JCI കാലിക്കറ്റ് സെൻട്രൽ, ബാലജനസഖ്യം, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ വനിതാ വിഭാഗം എന്നിവരും അണിനിരന്ന സമത്വ ദീപ്തി പ്രോജ്വലനം പ്രശസ്ത മാധ്യമ പ്രവർത്തകയും റിപ്പോർട്ടർ TV കോഓർഡിനേറ്റിംഗ് ന്യൂസ് എഡിറ്ററുമായ സുജയ പാർവതി നടത്തി. മുൻ MP രമ്യ ഹരിദാസ് ദീപം ഏറ്റുവാങ്ങി. തുടർന്ന് നടന്ന ദീപജ്യോതി പ്രയാണത്തിൽ 500-ലധികം ആളുകൾ ദീപം തെളിച്ചുകൊണ്ട് പങ്കെടുത്തു. ബീച്ച് ഗ്രൗണ്ട് പ്രദക്ഷിണം വെച്ച ദീപ്തി പ്രയാണം ഫ്രീഡം സ്ക്വയറിൽ അവസാനിച്ചു. തുടർന്ന് നടന്ന സാംസ്കാരിക സന്ധ്യ മുൻ MP രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. നാടൻ പാട്ടിന്റെ അകമ്പടിയോടെ ആരംഭിച്ച സാംസ്കാരിക പരിപാടിയിൽ മലയാളം സർവകലാശാല പ്രൊഫസറും എയിമ അംഗവുമായ ഡോക്ടർ സുനീത, ഗുരുവായൂരപ്പൻ കോളേജ് ഇംഗ്ലീഷ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറും പ്രശസ്ത കവി ശ്രീ PK ഗോപിയുടെ മകളുമായ ഡോക്ടർ ആര്യ ഗോപി, എയിമ കേരള സെക്രട്ടറി ശ്രീ രവീന്ദ്രൻ പൊയിലൂർ എന്നിവർ സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. തുടർന്ന് CVN കളരിയിലെ കുട്ടികൾ അവതരിപ്പിച്ച കളരിപ്പേറ്റ് അരങ്ങേറി. റോട്ടറാട്ട് കുട്ടികൾ അവതരിപ്പിച്ച ദൃശ്യാവിഷ്കാരം, മയം എന്നിവയും പരിപാടിക്ക് മാറ്റുകൂട്ടി. യൂത്ത് വിംഗ് കൺവീനർ സജിത്ര വിജയന്റെ ഹൃദ്യമായ അവതരണത്തോടെയുള്ള പരിപാടി കോഴിക്കോട് കടൽപ്പുറത്തിനു മായാത്ത ഒരു ഓർമ്മ കൂടി പങ്കുവെക്കുന്നതായി. എയിമ കേരള വനിതാ വിഭാഗം ജോയിന്റ് കൺവീനർ ദിവ്യശ്രീ ഷിജിതിന്റെ നന്ദി പ്രകടനത്തോടെ പരിപാടി അവസാനിച്ചു. വനിതാ ദിനം ആചരിച്ചു തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ ഔദ്യോഗികമായി നമ്മൾ ആചരിച്ചു തുടങ്ങിയിട്ട് ഈ മാർച്ച് 8 അങ്ങനെ ഔദ്യോഗിക ദിനമായി നമ്മൾ ആചരിച്ചു തുടങ്ങിയിട്ട് 50 വർഷം തികയുകയാണ് 2025 ഈ വനിതാ ദിനത്തോടെ. 50 വർഷവും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചാണ്. എന്നാൽ ഇത്തവണത്തെ തീം 2025 ലോക വനിതാ ദിനത്തിന്റെ സന്ദേശം എങ്ങനെ വ്യത്യസ്തമായിരിക്കുന്നു, ആ വ്യത്യസ്തമായ സന്ദേശവുമായി എയിമയുടെ ഈ പരിപാടി എങ്ങനെ ചേർന്ന് നിൽക്കുന്നു എന്നതിലേക്കാണ് ഞാൻ വരാൻ ആഗ്രഹിക്കുന്നത്. For all women and girls, rights, equality, empowerment. അവകാശങ്ങളും സമത്വവും ശാക്തീകരണവും എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും എന്നുള്ളതാണ് ഇത്തവണത്തെ വനിതാ ദിനത്തിന്റെ സന്ദേശം. അതിനുവേണ്ടി ലിംഗസമത്വത്തിനായുള്ള പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുക. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? എന്ത് ആക്ഷനാണ് നമ്മൾ ചെയ്യേണ്ടത്? ആക്സിലറേറ്റ് ആക്ഷൻ ഫോർ ജെൻഡർ ഇക്വാലിറ്റി. ജെൻഡർ ഉള്ളിടത്തോളം കാലം നമ്മൾ ജെൻഡർ ഇക്വാലിറ്റിയെ കുറിച്ച് പറയും. അതിൽ പുരുഷൻ സ്ത്രീ എന്നതിനൊപ്പം തന്നെ ട്രാൻസ്ജെൻഡർ ഇക്വാലിറ്റിയും അതിന്റെ ഭാഗമാണ്. നമ്മളെപ്പോഴും ബൈനറികളെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ സമൂഹം എന്ന തിരിച്ചറിവിൽ എല്ലാ മനുഷ്യർക്കും സമത്വം എന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നിടത്തെ നമ്മൾ യഥാർത്ഥത്തിൽ എന്തിനാണോ നമ്മളെ സൃഷ്ടിച്ച് ഈ ഭൂമിയിലേക്ക് വിട്ടത് ആ ഒരു ലക്ഷ്യത്തിലേക്കുള്ള പോക്കിലേക്ക് നമ്മൾ എത്തുകയുള്ളൂ. വസുധൈവ കുടുംബകം എന്നാണ്. ഈ ലോകം മുഴുവൻ ചേർന്നതാണ് നമ്മുടെ കുടുംബം എന്ന് മനസ്സിലാക്കാൻ നമുക്ക് എപ്പോൾ കഴിയുന്നോ അന്ന് അവസാനിക്കും ഈ സമൂഹത്തിൽ നടമാടുന്ന അക്രമങ്ങൾ, അതോടൊപ്പം തന്നെ കൊള്ളയും കലാപവും എല്ലാം. നമ്മുടെ പ്രൊവിഡൻസ് കോളേജിലെ കുട്ടികൾ അവർ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അവരുടെ പെർഫോമൻസ് അതിഗംഭീരമായിരുന്നു. അവർക്കൊരു നല്ല കൈയടി കൊടുക്കാവുന്നതാണ്. സ്ത്രീ ശരീരത്തിന്റെ പേരിലോ സ്ത്രീധനത്തിന്റെ പേരിലോ ഒരു അക്രമവും കൊലപാതകങ്ങളും ഉണ്ടാവാതിരിക്കട്ടെ എന്ന പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ അവതരിപ്പിക്കുന്ന കലാസൃഷ്ടി ബ്രേക്ക് ദ സൈലൻസ് ആൻഡ് എൻഡ് ദ വയലൻസ്. வாழாத பூவே என் வாழ்வில் மீண்டும் என்ற தாயே, கண்ணோடு இமையாய் சுகமான சுமையாய் இரு கையில் ஏந்தி தாலாட்டுவேனே. காற்றோடு தலை கோதி நதியோடு தவழ்ந்து உயிரோடு உயிராக உறவாடும் அழகே, பனியோடு விளையாடி மலர் ஊஞ்சலாடி கரை வந்து தமிழ் பேசும் Roshini, Devi Sudha Roshini, Guru Varma
എയിമ ഒഡീഷ ഘടകം അന്താരാഷ്ട്ര വനിതാ ദിനം സമുചിതമായി ആഘോഷിച്ചു. ഭുവനേശ്വറിലും റൂർക്കേലയിലുമായാണ് ആഘോഷം നടന്നത്. സ്ത്രീകളുടെ ആരോഗ്യത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ടായിരുന്നു പരിപാടികൾ. എയിമ ഒഡീഷ ഘടകം വനിതാ വിഭാഗത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ആഘോഷങ്ങൾ സംഘടിപ്പിച്ചത്. വൈദ്യശാസ്ത്ര രംഗത്തെ പ്രമുഖരുമായി സംവേദനം നടത്താൻ അവസരമൊരുക്കിക്കൊണ്ടായിരുന്നു ആഘോഷ പരിപാടികൾ ആരംഭിച്ചത്. എയിമ ഒഡീഷയും കേരള കലാസമിതിയും സംയുക്തമായാണ് ഡോക്ടേഴ്സ് ലൈവ് എന്ന പരിപാടി ഭുവനേശ്വറിൽ സംഘടിപ്പിച്ചത്. മാർച്ച് 9 KKS ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സ്ത്രീ ആരോഗ്യ വിദഗ്ധനായ ഡോക്ടർ ശ്രീനി വേണുഗോപാൽ, പ്രമുഖ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ദീപ്തി ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. എയിമ ഒഡീഷ ഘടകം പ്രസിഡന്റ് ശ്രീ എം ചന്ദ്രമോഹൻ നായർ, സെക്രട്ടറി ശ്രീ വി ഗണേശകുമാർ നായർ, കേരള കലാസമിതി പ്രസിഡന്റ് ശ്രീ ഒ ജെ മാത്യൂസ്, സെക്രട്ടറി ശ്രീ എൻ രാധാകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് ശ്രീമതി ബിന്ദു രഘുകുമാർ എന്നിവർ പങ്കെടുത്തു. വനിതാ വിഭാഗത്തിലെ ശ്രീമതി ബിന്ദു ഇട്ടിപി, ശ്രീമതി റൈനി സന്തോഷ് എന്നിവരായിരുന്നു പരിപാടി സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത്. സമാനമായ രീതിയിൽ റൂർക്കലയിൽ നടന്ന പാനൽ ചർച്ചയിൽ ഡോക്ടർ പൂജാപതി, ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ പൂർണിമ ദത്ത, ESI ഹോസ്പിറ്റലിലെ ജനറൽ പ്രാക്ടീഷണർ ഡോക്ടർ നിമിഷ, ഡോക്ടർ ഉഷ നായിക് എന്നിവർ സംസാരിച്ചു. വനിതാ വിഭാഗത്തിലെ ശ്രീമതി ഗ്രേസി ഡേവിഡും മറ്റു വനിതാ പ്രവർത്തകരുമാണ് പരിപാടി സംഘടിപ്പിക്കാൻ നേതൃത്വം നൽകിയത്. എയിമ ഒഡീഷ ഘടകം വൈസ് പ്രസിഡന്റ് ശ്രീ ബിജേഷ് നായർ, ശ്രീ ആർ അംബുജാക്ഷൻ നായർ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു. അതല്ല, ചിലർക്ക് ഈ സിംറ്റംസിന് ഒരുപാട് ആക്ച്വലി അവരുടെ ഒരു ഡെയിലി ക്വാളിറ്റി ഓഫ് ലൈഫിനെ തന്നെ ചിലപ്പോൾ അത് എഫക്ട് ചെയ്യും. അപ്പൊ അങ്ങനത്തെ ഒരു കണ്ടീഷൻ വരുമ്പോൾ ഡെഫിനറ്റ്ലി അതിന് ഒരു മെഡിക്കൽ ഹെൽപ്പ് വേണ്ടി വരും. ഈ നൈറ്റ് സ്വെറ്റ്സ്, ഇങ്ങനെയുള്ള പ്രോബ്ലംസും, പിന്നെ മൂഡ് ഡൗൺ ആയിട്ടുള്ള ഫീലിംഗും, പിന്നെ ഡ്രൈനെസ്, ജനറൽ ഡ്രൈനെസ്സും അങ്ങനെയൊക്കെയുള്ള അവിടെയുള്ള സ്ത്രീകള് സമരം സംഘടിപ്പിച്ചു. ആ ഒരു ഇൻസിഡന്റ് ആണ് മാർച്ച് 8 ലോക വനിതാ ദിനമായി ആചരിക്കാൻ വേണ്ടിയിട്ട് ഐക്യരാഷ്ട്ര സംഘടന തീരുമാനിച്ചത്. 1975 ഐക്യരാഷ്ട്ര സംഘടന വനിതാ ദിനമായി പ്രഖ്യാപിച്ചത്. 1990 മുതലാണ് നമ്മൾ ഇന്ത്യയില് വനിതാ ദിനമായി മാർച്ച് 8 ആഘോഷിച്ചു തുടങ്ങി. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ തെലങ്കാന വനിതാ വിഭാഗം ഏറെ പുതുമകളോടെ വനിതാ ദിനം ആഘോഷിച്ചു. എയിമ തെലങ്കാനയുടെ അംഗസംഘടനകളായ കേരള സൗഹൃദ കലാവേദിയും ശ്രീ നാരായണ സോഷ്യോ എഡ്യൂക്കേഷണൽ സൊസൈറ്റിയുമായി ചേർന്ന് BHAL നായർ വെൽഫെയർ അസോസിയേഷനും കേരള സമാജത്തിന്റെയും സഹകരണത്തോടെ BHAL ചന്ദാനഗർ മലബാർ ഗ്രാൻഡ്മാ ഹോമിൽ എയിമ വനിതാ വിഭാഗം വനിതാ ദിനാഘോഷങ്ങൾ സംഘടിപ്പിച്ചത്. രാവിലെ മുതൽ സമ്മേളനവും ഉച്ചഭക്ഷണവും വിവിധ കലാപരിപാടികളുമായി ദിവസം മുഴുവൻ നീണ്ട ആഘോഷങ്ങൾ. അശരണരായ 60ഓളം മുത്തശ്ശിമാർക്കും അമ്മമാർക്കുമൊപ്പം എയിമയിലെയും മറ്റു സംഘടനകളിലെയും വനിതകൾക്കും അംഗങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും വേറിട്ടൊരനുഭവമായി. എയിമ നാഷണൽ മീഡിയ കോർഡിനേറ്ററും സീനിയർ ജേർണലിസ്റ്റുമായ CG ചന്ദ്രമോഹനും വിമൻസ് വിംഗ് ഭാരവാഹികളും മറ്റു മലയാളി സംഘടനാ നേതാക്കളും ചേർന്ന് ഭദ്രദീപം കൊളുത്തി യോഗം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വനിതാ വിഭാഗം കൺവീനർ രജിത പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് സെക്രട്ടറി സുജ പവിത്രൻ സ്വാഗതം പറഞ്ഞു. എയിമ തെലങ്കാന പ്രസിഡന്റ് PVK രാമൻ, സെക്രട്ടറി VAK ഉണ്ണിമേനോൻ, MGC മെമ്പർ BCR നായർ, വൈസ് പ്രസിഡന്റ് ഷേർലി മോളി, ജോയിന്റ് ട്രഷറർ വിനോദ് മത്തായി, സിനീബ വിനോദ്, പ്രകാശ് വാസു, സലിം വാസുദേവൻ, അജയൻ, BN അജയകുമാർ, സുധീഷ് കുമാർ, V വിനോദ്, PO കോശി, അനീഷ്, വിഘ്നേഷ് വിശാലൻ, മലബാർ ഗോൾഡിന്റെ ദീപക്, കരുണാകരൻ, സുരേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. രാജി കരുണാകരൻ നന്ദി പ്രകാശിപ്പിച്ചു. സൈക്കോളജിസ്റ്റ് മിസ് അതുല്യ സുരേഷ് അമ്മമാരെ പെയിന്റിംഗ്, ക്ലേ മോഡലിംഗ് എന്നിവയിലൂടെ ആവേശഭരിതരാക്കി. എയിമ അംഗം ശ്രീമതി ഗീത സുരേഷിന്റെ പെയിന്റിംഗ് പ്രദർശനവും തദവസരത്തിൽ നടന്നു. ഗ്രാമസ്വരാജ് അവാർഡ് നേടിയ നർത്തകി ഡോക്ടർ മൈഥിലിയെ ആദരിച്ചു. വനിതകളെല്ലാം ചേർന്ന് കേക്ക് മുറിച്ചു. മെഡിസിൻ ടേബിൾ, വീൽ ചെയർസ്, പുതിയ വസ്ത്രങ്ങൾ എന്നിവ അന്തേവാസികൾക്ക് സമ്മാനിച്ചു. ഇവർക്ക് താങ്ങായി നിൽക്കുന്ന വനിതാ മുനിസിപ്പൽ ജീവനക്കാരെയും സ്പോൺസർമാരെയും ആദരിച്ചു. പിന്നീട് വനിതകളുടെയും ഗ്രാൻഡ്മാ ഹോമിലെ അന്തേവാസികളുടെയും ഗ്രൂപ്പ് ഡാൻസ്, ക്ലാസിക്കൽ ഡാൻസ്, പാട്ട് ഉൾപ്പെടെയുള്ള കലാപരിപാടികളും അരങ്ങേറി.
ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ഉത്തരമേഖല കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ കേരള ചീഫ് സെക്രട്ടറിയും ഈ വർഷത്തെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവുമായ ശ്രീ കെ ജയകുമാർ IAS സ്വീകരണമൊരുക്കി. മാർച്ച് 9 ഞായറാഴ്ച വൈകിട്ട് 6 മണിക്ക് ന്യൂഡൽഹി കേരള ഹൌസ് കോൺഫറൻസ് ഹാളിൽ വെച്ചായിരുന്നു സ്വീകരണം നൽകിയത്. കേരള കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ്, ദൂരദർശൻ ഡയറക്ടർ ജനറൽ ശ്രീ സതീഷ് നമ്പൂതിരിപ്പാട്, നോവലിസ്റ്റും കഥാകൃത്തുമായ ശ്രീ KP രാമനുണ്ണി, മുൻ MP ശ്രീ ഇസ്മായിൽ, എയിമ ചെയർമാൻ ശ്രീ ബാബു പണിക്കർ, അഡീഷണൽ ജനറൽ സെക്രട്ടറി ശ്രീ ജയരാജ് നായർ, എയിമ ഡൽഹി ഘടകം പ്രസിഡന്റ് ശ്രീ അജികുമാർ മേഡയിൽ, ഡൽഹി ഘടകം സെക്രട്ടറി ശ്രീ ജയകുമാർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. കൂടാതെ ഡൽഹിയിലെ വിവിധ മലയാളി സംഘടനകളുടെ പ്രതിനിധികളും സ്വീകരണത്തിൽ പങ്കെടുത്തു. ഒരു ചെയ്തേ അടങ്ങൂ എന്നുള്ള കാര്യം ചെയ്യുന്നതിനകത്ത് സ്നേഹം വേണ്ട, ചെയ്തേ പറ്റൂ. ഇതങ്ങനെയല്ല, ഇത് സ്നേഹം കൊണ്ടുള്ള ഒരു അകത്തു നിന്ന് വന്ന, ഉള്ളിൽ നിന്ന് വന്ന ഒരു പ്രചോദനമാണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്ന് മനസ്സിലാക്കി എയിമയ്ക്കും അതിൻ്റെ എല്ലാ പ്രവർത്തകർക്കും ഞാൻ ഏറ്റവും ഹൃദ്യമായി എൻ്റെ കൃതജ്ഞത രേഖപ്പെടുത്തുക. ഇന്നലെ ഈ സമയത്താണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഞാൻ സ്വീകരിച്ചത്. ഒരു കവിയെ സംബന്ധിച്ചിടത്തോളം, ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അംഗീകാരത്തിന് അവാർഡുകൾക്കെല്ലാം പൊതുവെ മൂല്യച്യുതി ഈ രാജ്യത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും കേന്ദ്ര സാഹിത്യ അക്കാദമിക്ക് ഇപ്പോഴും വലിയ മൂല്യച്യുതി സംഭവിച്ചിട്ടില്ല എന്നുള്ള കാര്യത്തിൽ വലിയ സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെ ആ അവാർഡ് ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു അംഗീകാരവും ഒരു റീഅഷ്വറൻസ്, നീ ഇത്രയും കാലം ചെയ്തതൊക്കെ നന്നായി എന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും സമുന്നതമായ സാഹിത്യ ബോഡി നമ്മളോട് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും ഇത്രയും കാലം ഒരു എഴുത്തുകാരനായി ജീവിച്ചതിന് ഒരു വലിയ അംഗീകാരം അല്ലെങ്കിൽ ഒരു ആദരവ് വന്നല്ലോ എന്നുള്ള കാര്യത്തിൽ വലിയ ചാരിതാർത്ഥ്യം തോന്നുന്നുണ്ട് എന്നുള്ളത് ഞാൻ മറച്ചു വയ്ക്കുന്നില്ല. അവാർഡുകൾ പുത്തരിയല്ല, നമുക്ക് നാട്ടിലൊക്കെ ഇഷ്ടംപോലെ അവാർഡുകൾ കിട്ടുന്നുണ്ട്. പക്ഷേ അതിനേക്കാളെല്ലാം ഉപരിയായി കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പ്രക്രിയ, ഈ അവാർഡിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാനുള്ള പ്രക്രിയ വളരെ സങ്കീർണമാണ് എന്ന് തിരിച്ചറിയുന്നത് കൊണ്ട് തന്നെ അതെല്ലാം കടന്ന് ഇവിടെ എത്തിയല്ലോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ചാരിതാർത്ഥ്യം തോന്നുന്നു. തീർച്ചയായിട്ടും ശ്രീ KP രാമനുണ്ണിയെ പോലുള്ളവരുടെ സാന്നിധ്യം ആ സംഘടനകളിലൊക്കെ ഉള്ളതും ഒരുപക്ഷെ നമുക്ക് തീർച്ചയായിട്ടും ഗുണം ചെയ്തിട്ടുണ്ടാവും എന്നുകൂടി ഞാനത് മനസ്സിലാക്കുന്നുണ്ട്. കാരണം ഒരു അവാർഡ് കിട്ടാതിരിക്കാനും വളരെ എളുപ്പമാണ്. നമ്മളെക്കാളും പ്രഗത്ഭരായിട്ടുള്ളവരുണ്ടാകാം, പല പരിഗണനകൾ വരാം, പ്രായത്തിൻ്റെ പരിഗണനകൾ വരാം. അപ്പോൾ ഇന്നലെ ഈ അവാർഡ് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കുറച്ചുകൂടെ മുമ്പേ കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു എന്നൊക്കെ ഞാൻ വിചാരിച്ചൊരു സമയമുണ്ടായിരുന്നു. എന്നാൽ ഇന്നലെ അവാർഡീസിനെ കണ്ടപ്പോൾ എനിക്ക് തോന്നി എയിമ ഉത്തർപ്രദേശ് ഘടകം നൽകുന്ന എയിമ വുമൻ ഓഫ് ദി ഇയർ പുരസ്കാരം ഡോക്ടർ ജയന്തിക്ക്. ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള ഗവേഷണത്തിനാണ് പുരസ്കാരം. ഗാസിയാബാദ് സഞ്ജയ് നഗറിലുള്ള ഡോക്ടർ ജയന്തിയുടെ വീട്ടിലെത്തിയായിരുന്നു എയിമ പ്രവർത്തകർ പുരസ്കാരം സമ്മാനിച്ചത്. ഇന്ത്യൻ പരമ്പരാഗത വൈദ്യശാസ്ത്ര ഗവേഷണത്തിന് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന മികച്ച സംഭാവനകളായിരുന്നു ഫാർമകോഗ്നോസിയിൽ ഡോക്ടർ ജയന്തി നൽകിയിട്ടുള്ളത്. കമ്മീഷൻ ഫോർ ഇന്ത്യൻ മെഡിസിൻ ആൻഡ് ഹോമിയോപ്പതിയിൽ ഫാർമകോഗ്നോസി വിഭാഗം മേധാവിയും പ്രിൻസിപ്പൽ സയന്റിഫിക് ഓഫീസറുമാണ് ഡോക്ടർ ജയന്തി. സസ്യശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദവും PhDയും നേടിയ ഇവർ കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായി ഗവേഷണ രംഗത്ത് സജീവമാണ്. അവാർഡുദാന ചടങ്ങിൽ എയിമയുടെ ദേശീയ അഡീഷണൽ ജനറൽ സെക്രട്ടറി ശ്രീ ജയരാജ് നായർ, ഉത്തർപ്രദേശ് സംസ്ഥാന സെക്രട്ടറി ശ്രീ KT മഹാശയൻ, നാം ചെയർമാൻ ശ്രീ നിത്യാനന്ദൻ, സെക്രട്ടറി ശ്രീ സുഗു എന്നിവരുൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തികൾ പങ്കെടുത്തു. എയിമ ഉത്തർപ്രദേശ് സംസ്ഥാന യൂണിറ്റിലെയും നാം ഗാസിയാബാദിലെയും നിരവധി വിശിഷ്ടാംഗങ്ങൾ അവാർഡുദാന ചടങ്ങിൽ പങ്കെടുത്തു. കഴിഞ്ഞ വർഷമാണ് നമ്മൾ എയിമ ഉത്തർപ്രദേശ് യൂണിറ്റ് നേതൃത്വത്തിൽ ഈ അവാർഡ് പ്രഖ്യാപിച്ചു തുടങ്ങിയത്. കഴിഞ്ഞ വർഷം നമ്മുടെ ബീന ബാബുറാം, ഒരു പ്രമുഖ വ്യവസായിയാണ് നോയിഡയിൽ, അവർ കൊടുത്തു. ഈ പ്രാവശ്യം അത് ഗാസിയാബാദിൽ മാഡം തേടിയെത്തി. The All India Malayali Association Uttar Pradesh has honored Dr. Jayanti A with this award in recognition of her exceptional contribution to the field of medicinal plant research and traditional medicine. Dr. Jayanti A has been serving as the principal scientific officer and head of the Pharmacology Department of Pharmacopoeia, Commission of Indian Medicine and Homeopathy, an organization under the Ministry of Ayush since 2015.
With over 30 years of experience in medicinal plant research, she has made significant strides in conservation, harvesting, processing, and pharmacognostic identification of medicinal plants. Dr. Jayanti holds a master's degree in botany and a PhD in pharmacognosy from the University of Calicut and Kannur University. So without anybody's support, she came, she stood her, and means for all of us also, she just serves as an icon. अगर आपको कहीं लग रहा है कि मैं डिप्रेस हो रहा हूँ, अगर हम स्ट्रगल कर चीज़ों को पार नहीं कर सकते हैं, so just anybody can refer her और उनसे इंस्पिरेशन लेकर आगे काम कर सकते हैं. इतना मैडम का जो है वो पर्सनल लाइफ में का सारा स्ट्रगल्स वगैरह के बाद का भी जो है कॉन्फिडेंस है. एंड इन आवर मिनिस्टर ऑफ आयुष, I am very much pleased to inform everybody that she is the senior most person in her field in our entire ministry, and there are almost 20 institutions and more than 50 committees where her word will be the last word. If Dr. Jayanti means, अगर मान लो मैं और ये डॉक्टर जितेंद्र अभी अगर हम दोनों एक दूसरे से आर्ग्यू कर रहे हैं कोई साइंटिफिक टेक्निकल पॉइंट पे, ये ऐसे नहीं होना चाहिए, मैं कह रहा हूँ एक्स होना चाहिए, वो कह रहे वाई होना चाहिए, एंड इफ दैट लेडी सेज जयंती मैडम ने ऐसा बोला है, दैट मेक्स द एंड ऑफ डिस्कशन. नोबडी विल क्वेश्चन इफ इट इज सेड बाय डॉक्टर जयंती. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷനിൽ നിന്നാണ്. ആദ്യമായി ഞാൻ എൻ്റെ ഹൃദയംഗമമായ നന്ദി അതിനു വേണ്ടിയിട്ട് അറിയിക്കുന്നു. ഞാൻ ഇപ്പോൾ ഡോക്ടർ നിഖിൽ ഇവിടെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഇത്രയും ദൂരത്ത് നിന്ന് 2015 ഇവിടെ വരുമ്പോൾ എനിക്ക് ആകെ ഒരു അന്താളിപ്പായിരുന്നു. കാരണം ഞാൻ ഓൾറെഡി അവിടെ ഒരു പെർമനന്റ് പോസ്റ്റിൽ നിന്ന് ഇവിടെ വരുമ്പോൾ എങ്ങനെയാവും എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക്. കാരണം ഇവിടെ നമുക്ക് നിൽക്കാൻ പറ്റുമോ, ക്ലൈമറ്റും എല്ലാം കുറേ ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് എനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഞാനിവിടെ വന്നപ്പോൾ അവിടെ ഞാൻ ഞങ്ങളുടെ ഓഫീസ് നല്ലൊരു കുടുംബം പോലെയായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ എൻ്റെ കൊളീഗ്സ് എല്ലാവരും, ഞങ്ങളെല്ലാവരും പല പല സ്റ്റേറ്റിൽ നിന്ന് വന്നിട്ടുള്ളവരാണ്. അപ്പോൾ എല്ലാവരും വളരെ അത്രയും നന്നായിട്ട് ഇപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളൊരു ഫാമിലിയായി എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടും എനിക്ക് അത്ര ഹിന്ദി അറിഞ്ഞിട്ടില്ലെങ്കിലും കൂടി എന്നെ ഇവരെല്ലാവരും നന്നായി ഹെൽപ്പ് ചെയ്തിട്ടും അങ്ങനെ പിന്നെ ഞങ്ങൾ വളരെ എന്താ പറയുക ജോലി ചെയ്യാനൊക്കെ ആയിട്ട് വളരെ നല്ല സുഖമായിരുന്നു ഇവരുടെ എല്ലാവരുടെയും കൂട്ടത്തിൽ. അങ്ങനെ എനിക്ക് കൂടുതൽ ജോലി ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടി. മാത്രമല്ല അന്ന് എൻ്റെ ഡയറക്ടറായിരുന്ന രാജീവ് കുമാർ ശർമ്മ സാറാണെങ്കിലും, അത് കഴിഞ്ഞിട്ട് ഡോക്ടർ പ്രജാപതി ആയിരുന്നു പിന്നത്തെ ഡയറക്ടർ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഡോക്ടർ കട്ടോച്ച് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോൾ ഞങ്ങളുടെ ഡോക്ടർ രമൺ മോഹൻ സിംഗ്, അങ്ങനെ അവരെല്ലാവരും എനിക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ തന്നു. കാരണം നമുക്ക് എത്ര എഡ്യൂക്കേറ്റഡ് ആണ്, എത്രയൊക്കെ നമ്മൾ ഏബിൾ ആണെങ്കിലും കൂടി നമുക്ക് അവസരങ്ങളും കൂടിയും കിട്ടണം. അതൊരു പ്രധാന കാര്യമാണ്. അങ്ങനെയുള്ള എനിക്ക് ചാൻസസും എനിക്ക് റെക്കഗ്നിഷനും എൻ്റെ ഓഫീസിൽ നിന്നും കിട്ടിയത് കൊണ്ടാണ് എനിക്ക് കൂടുതൽ വർക്ക് ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടിയത്. അങ്ങനെ എനിക്ക് കൂടുതൽ ഞാൻ ഈ വർക്ക് ചെയ്യുന്ന മേഖലകളിൽ എനിക്ക് കൂടുതലായിട്ട് എൻ്റെ എക്സ്പെർട്ടൈസ് കാണിക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ അത് നിങ്ങളും നന്നായി റെക്കഗ്നൈസ് ചെയ്തു. അതെനിക്ക് വളരെ സന്തോഷം. കാരണം ഇവിടെ ഞാൻ വന്നപ്പോൾ ഞാൻ പരിചയപ്പെട്ട മലയാളികളും അതുപോലെ തന്നെ ഞാൻ അന്ന് ഇവിടെ 1-2 അസോസിയേഷനിലും ഉണ്ടായിരുന്നു, നാമിലും ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് 10 കൊല്ലം ഇവിടെ തയ്ക്കാൻ പറ്റിയത്. മറ്റത് എനിക്ക് അങ്ങനെ ഒരു കോപ്പറേഷൻ കിട്ടിയില്ലെങ്കിൽ എനിക്ക് പേടിയാവും ഇവിടെ നിൽക്കാനും ഒക്കെ ആയിട്ട്. ഞാൻ ചിലപ്പോൾ 1-2 കൊല്ലം കൊണ്ട്, കാരണം അവിടെ നിന്ന് എന്നോട് ആരോഗ്യശാല എന്ന് പറഞ്ഞിരുന്നു എപ്പോൾ വേണമെങ്കിലും തിരിച്ചിങ്ങോട്ട് തന്നെ വരാം എന്ന് ഒരു ഓഫർ തന്നിരുന്നു. ഗവൺമെന്റ് സർവീസിൽ ജോലി ചെയ്യണം എന്നുള്ളതിന് പൊക്കോളൂ, അത് കഴിഞ്ഞിട്ട് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാട്ടോ എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഞാനിവിടെ കണ്ടിന്യൂ ചെയ്യാൻ എന്നെ ഇവിടെയുള്ള എല്ലാ മലയാളികളുടെയും ഹെൽപ്പ് ഉണ്ടായിരുന്നു. എൻ്റെ ഓഫീസിലുള്ളവരുടെ കോപ്പറേഷൻ അതിലും കൂടുതൽ. ഇതോടെ ഇന്നത്തെ എയിമ സ്പോട്ട് ന്യൂസ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത തവണ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.